ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ 6th സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുള്ളത്, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്നുള്ള ചാപ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രസീൽ, ഇന്തോനേഷ്യ ഇവയൊക്കെ നമ്മുടെ ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അപ്പോ അക്ഷാംശ രേഖാംശ രേഖകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ. അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണിത്. ഇതിനെ ഗ്രാറ്റിക്കൂൾ എന്ന് വിളിക്കുന്നു. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. അപ്പൊ ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ്. അതായത് നമ്മൾ നേരത്തെ എന്താണ് അക്ഷാംശ രേഖകൾ മാത്രമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫിഗറിൽ, അതുപോലെ രേഖാംശ രേഖകളും. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ഫിഗർ ആണിത്. അപ്പൊ ഇത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ്. ഇതിനെ ഗ്രാറ്റിക്യൂൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. അപ്പൊ ഗ്രാറ്റിക്യൂൾ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണെന്ന് പട്ടികപ്പെടുത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ, കണ്ടെത്തി. ഇനി ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം രേഖാംശം എത്ര മുതൽ എത്ര വരെ എന്നൊക്കെ ഉള്ളത് ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ് കേട്ടോ. അതുപോലെ രേഖാംശം എങ്ങനെയാണ്? 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം. അടുത്ത ഹെഡിംഗ് ആണ് ഭൂപ്രക്ഷേപങ്ങൾ അല്ലെങ്കിൽ മാപ്പ് പ്രൊജക്ഷൻസ്. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിനും ഗ്ലോബ് മാത്രം മതിയാകുമോ? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂടി ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ എന്താണ് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത്. അതുപോലെ ഭൂപട നിർമ്മാണത്തിലുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു അക്ഷാംശ രേഖാംശ ജാലിക. അപ്പൊ ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. ഈ ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് ഇങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തി നോക്കിയാലോ. അപ്പൊ ഇവിടെ എന്താണ് കാണിച്ചിട്ടുള്ളത്? ഒരു ഭൂപടത്തെ പരത്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവ പ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ? ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വിശാലമായ ഭൂപടമാകും കിട്ടുക. ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമല്ലേ നമുക്ക് ലഭിക്കുക. അപ്പൊ ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിൽ അപാകതകൾ ഇല്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? ഇതിനായിട്ട് ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനായിട്ടാണ് ഭൂപ്രക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ എന്താണ് അപാകതകളൊന്നുമില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം എന്നുള്ളതിനായിട്ട് ആണ് നമ്മൾ ഈ ഒരു ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം യൂസ് ചെയ്യുന്നത് കേട്ടോ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ അല്ലെങ്കിൽ ഗ്രാറ്റിക്കൂൾ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. അപ്പൊ എന്താണ് ഭൂപ്രക്ഷേപങ്ങൾ? ഇമ്പോർട്ടന്റ് ആണ്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ അതായത് ഗ്രാറ്റിക്യൂള് ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. ഇപ്പൊ സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളുടെ ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. എന്താ പറഞ്ഞിട്ടുള്ളത്? സുതാര്യമായിട്ടുള്ള ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിട്ട് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗതമായിട്ടുള്ള രീതി. ഇനി ഇതെങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇനി കൊടുത്തിട്ടുള്ളത് കേട്ടോ.
വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിന്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. ഈ വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിന്റെ ആകൃതിയും അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായി തിരിക്കാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. സുതാര്യമായ ഗ്ലോബിന്റെ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിരിക്കുന്നു. അതിന്റെ ആവരണം ചെയ്ത സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വരച്ചിരിക്കുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക പകർത്തുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? സിലിണ്ടറിക്കൽ, അതായത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലാണ് വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക പകർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. അപ്പൊ ഭൂപ്രക്ഷേപങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ഇവിടെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള ചിത്രം എന്താണ്? സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം എങ്ങനെ ആയിരിക്കും എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തതാണ് ശീർഷതല പ്രക്ഷേപം. ഈ ഒരു ചിത്രത്തിൽ എന്താണ് ഇത് നിരീക്ഷിച്ച് ഏത് പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നതിനായിട്ടാണ് പ്രക്ഷേപം ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ സുതാര്യമായ ഒരു ഗ്ലോബിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വെക്കുന്നു. പ്രകാശ സ്രോതസ് തെളിയുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളും അതുപോലെ എന്താണ് ഇത് തെളിഞ്ഞു കാണുന്നതാണ്. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം എന്താണ്? പരന്ന പ്രതലത്തിൽ ധ്രുവ പ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തതാണ് കോണിക്കൽ പ്രക്ഷേപം. ഇതെന്താണ്? കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപണ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോ കോണിക്കൽ പ്രക്ഷേപം മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിനാണ് കോണിക്കൽ പ്രക്ഷേപം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താണ്? കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ എന്താ? ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയ ആശയ ഭൂപടം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനെയും സവിശേഷതകളാണ് കേട്ടോ. ഇനി മുകളിലുള്ള എന്താണ്? സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് പ്രക്ഷേപമാണെന്ന് പറയാനാണ് കേട്ടോ. പ്രക്ഷേപതലം പരന്നതാണ്. പൊതുവെ ധ്രുവ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് ഏതായിരിക്കും? ശീർഷതല പ്രക്ഷേപമാണ് അല്ലെ. അടുത്തത് സിലിണ്ടറിക്കൽ പ്രക്ഷേപം കൊടുത്തിട്ടുണ്ട്. അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം നമുക്കറിയാം, ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്കറിയാം കോണിക്കൽ പ്രക്ഷേപമാണ് അല്ലെ. കോണിക്കൽ പ്രക്ഷേപത്തിന്റെ സവിശേഷതകൾ എന്താണ്? മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട ചിത്രീകരണത്തിനാണ് കോണിക്കൽ പ്രക്ഷേപം യൂസ് ചെയ്യുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണേ. 3 തരം ഭൂപ്രക്ഷേപങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സങ്കേതവും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഭൂപ്രക്ഷേപങ്ങളെ പോലെ തന്നെ കൂടാതെ എന്താണ്? ഗണിതശാസ്ത്ര സങ്കേതവും ഉപയോഗിക്കുന്നുണ്ട്. എന്തിനെ? ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന്. അപ്പൊ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരുന്നു. ഇനി ഇവിടെ ഒരു ന്യൂസിന്റെ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. നഗരസഭയിൽ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കം. അപ്പൊ വിവര ശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭൂവിവര വ്യവസ്ഥ, അതായത് GIS ഉപയോഗപ്പെടുത്തി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി.
GIS എന്നാൽ എന്താണ്? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? എന്താണ് ഭൂവിവര വ്യവസ്ഥ അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ട്ടോ. എന്താണ് ഒന്നുകൂടി പറയാം. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തും. ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഇപ്പൊ ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. എന്താണ്? പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനം അതുപോലെ എന്താണ് ഭൂപട വായനയും അനിവാര്യമാണ്. അതുപോലെ ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലെ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായന അനിവാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ട്ടോ ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. Okay friends, thank you.